ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധകാണ്ഡം. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമ നാരായണ രാമ, നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപതേ, രാമലോകാഭിരാമ പ്രണവാത്മക രാമ, രാമനാരായണാത്മരാമ ഭൂപദേ. രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും, ചാരു രാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ, ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ, ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവി തന്നോ മുദാ രാമ, ചന്ദ്രചരിതം പവിത്രം ശൃണു പ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ, താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ, ആരൂഢമോദാൽ അരുൾ ചെയ്തിദാദരാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമാദികളുടെ നിശ്ചയം. ദേവകളാലും അസാധ്യമായുള്ളോന്ന്, കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തെ നിരൂപിക്ക പോലും അശക്യമാ, അബ്ദീശതയോജനായതമശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു, ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരൊത്തനുമെങ്ങും ഒരു നാളും ഇല്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ട് വന്നതു കാരണം. വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാദി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടും ഒടുക്കി ഞാൻ ദേവിയെന്ന് കാണുന്നിത് ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്ത് സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം.
രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കാണായ വാനര സഞ്ചയം. വഹ്നിയിൽ ചാടേണമെന്ന് ചൊല്ലിടിലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരില്ലവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിത് രാഘവ നിൻ തിരുമുമ്പിൽ മഹാരണി. അസ്ത്രേണ ശോഷണം ചെയ്ക ജലധിയെ സത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തന്വിത മിത്രപുത്രോക്തികളിത്തം അകാർണ്യ കാകുൽസ്ഥനും തൽക്ഷണേ. മുമ്പിലമ്മാറ് തൊഴുതു നിൽക്കും വായുസംഭവനോട് ചോദിച്ചരുളിടിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലങ്കാവിവരണം. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനം എന്നോടറിയിക്ക നീ. കോട്ട മതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. എന്നത് കേട്ട് തൊഴുതു വാതാത്മജൻ നന്നായി തെളിഞ്ഞുണർന്നിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിൽ മൂർധ്നിലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ്ങെഴുന്നൂറു യോജന പുത്തൻ കനക മതിലതിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലും ഉണ്ടതി ശോഭിതമായതിനേഴ് നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ. 7 4 ഗോപുര പങ്ക്തിയും ചൂഴവും 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേല യന്ത്രപാല പങ്ക്തിയും. അണ്ടർകോൺ ദിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000. ഉത്തര ഗോപുരം
കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ടോരു കോടി നിശാചരർ. ദിക്കുകൾ നാലിലും ഉള്ളതിൽ അർത്ഥമുണ്ടഗ്രതയോട് നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിന്നും ഉണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ടതിൽ ഇരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും. മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാ തങ്കാപഹം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനഹം, മൽപിതാവിൻ നിയോഗേന ചെന്നേൻ ബലാൽ. പുഷ്പിതോദ്യാനദേശ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനാൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ് വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം. ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ. രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ. എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവാൻ മന്നവ ലങ്കാപുരത്തിങ്കലുള്ളതിൽ. 4 സൈന്യം ഒടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ. കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനൻ. അഗ്രജൻ തന്നോടു മാതര കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്കടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ. വാലാദിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും. ചുട്ടുപൊട്ടിച്ചേനിരുന്നൂറു യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവാലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹാപ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം. ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി. കിങ്കരന്മാർക്ക് കൊടുത്തു ദശാനന ഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ.
പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധയാത്ര. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം. അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിത് കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രം അതും വിജയപ്രദം രക്ഷോജനക്ഷമാം മൂലം ഹതിപ്രദം. ദക്ഷിണനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ. വമ്പരാം വാനരന്മാരെ നിയോഗിക്ക രംഭപ്രമാധി പ്രമുഖരായുള്ളവർ. മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമേറി മൽപിമ്പെ സുമിത്രാത്മ അങ്കജനോപരി. സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനന മൈന്ദൻ വിവീതനും. പങ്കജ സംഭവ സോനു സുഷേണനും തുങ്കൻ നളനും ശതബലി താരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു കൂടി പുറപ്പെടുകേതുമേ വൈകരു. ആടലുണ്ടാകരുതാർക്കും വഴിക്കേടോ യുദ്ധം അരുൾ ചെയ്തു മർക്കട സൈനിക. മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ. ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാറാർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ജയം രാത്രീഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർത്തി നടന്നങ്ങടുക്കുന്നതുപോലെ. ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും പുക്കു മഹേന്ദ്രാചലാന്തികെ മേവിനാർ മാരുതി തന്നെ കണ്ടദേശേ നിന്ന്. പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠം അമർന്ന സൗമിത്രിയും. പാരിൽ ഇഴിഞ്ഞു വണങ്ങിനാനഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും.
വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമം തീരം പ്രവേശിച്ചതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയും ഓത്ത് സന്ധ്യാവന്ദനം ചെയ്ത് വാരാനിധിയെ കടപ്പാൻ ഉപായവും ധീരരായുള്ളവർ ഒന്നിച്ചു മന്ത്രിച്ചു. പാരാതെ കൽപ്പിക്ക വേണം ഇനിയുടൻ, വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ തൃശാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിഷാദരന്മാരായ രാത്രഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോൻ. ഏവം അരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രൗഘ ഭയങ്കരം എത്രയുമുഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നതതരംഗാഠ്യം അഗാധമിത്തുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശരന്മാരായി കവികളും മന്ദബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമത മോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിദാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലോ സംഭവിക്കുന്നിത് ദേഹാഭിമാനിനാം. കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യം ആനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃഥാ. ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാമതും ഒക്കെയോർത്താൽ അബുധന്മാരുടെ മതം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണാദികളുടെ ആലോചന. അഖധ നിൽക്ക ദശരഥപുത്രരും അർക്കാത്മജാതികളായ കവികളും വാരാനിധിക്കു വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം. ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ. മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം പൊക്കിരും നേടിനാൻ.
ആദിതേയാസുരേന്ദ്രാദികൾക്കും മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാൻ അവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയും അല്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കൊടുവന്നകം പൊക്കോരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാൻ ഉപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാം അക്ഷകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാം ഇല്ലോരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ധി തന്നുത്തര തീരെ മരുവുമ്പോൾ കർത്തവ്യമെന്തു നമ്മാൽ ഇനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടെ മന്ത്രികൾ ചൊന്നത് കേട്ടത് മൂലമായി വന്നിലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കജഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ ദധമവുമിത്തം ത്രിവിധമായുള്ള വിചാരവും. സാധ്യമിതമിതം സുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സെ വാട്ടമൊഴിഞ്ഞു തോന്നിടുന്നതും മുതാ. തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്ത് സമ്മതം മാമകം നന്നു നന്ദീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം. പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളത് തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിനേകമത്യമായേവനു ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവിത്. മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനേന താൻ പറഞ്ഞത്. സാധിപ്പതിന് ദുസ്തർക്കം പറഞ്ഞത് ബോധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യയാ. കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോൻ അധമമിത്രയും. എന്നാലിവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളവിംഗിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നെത്രയും ഓർത്തോളമുള്ളിലിതിന്നോരു കാര്യ വിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്ത് ഭവിച്ചത് മാനസേ. മർത്യനാം രാമങ്കൽ നിന്നു ഭയം
തവ ചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിശ്യപ്യ പത്തനെ സത്വരം. വിശ്രുതയായൊരു കീർത്തി വളർത്തതും പുത്രനാം മേഘനി നാദനദോർക്കനീ. വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാ ജിതശ്രമം പോരും ദശാന്തരേ. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയുമോർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടു കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരു മറ്റുള്ളത് ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ച് കന്യകാരത്നത്തെ നൽകിലയോ തവ. ദാനവന്മാർക്കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലം ഇളക്കി എടുത്തുടൻ ആലോലമമ്മാനമാടിയ കാരണം. കാലാരി ചന്ദ്രഹാസത്തെ നൽകിലയോ മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലം ആലോക്യഭീത കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നുപേക്ഷിക്ക കാരണാലേതുമോ രാമയമെന്നിയെ പൊയ്ക്കൊണ്ടതുമവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ. മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയും ഇല്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും. എത്രയും പാരമിളപ്പം നമുക്കത് മുൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നക്തഞ്ചരവരരിദ്ധം പറഞ്ഞളവുൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.